നമസ്കാരം. ഒരു കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്ത വിഷയമായിരുന്നു കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസ്. മുൻ വ്യവസായ മന്ത്രിയും CPM നേതാവുമായിരുന്ന എളമരം കരീമും ബന്ധു നൌഷാദുമാണ് കേസിൽ ഒരു കുറ്റാരോപണത്തിനായി ഉണ്ടായത്. ഈ കേസിൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഹാജരാകാൻ എളമരം കരീം തയ്യാറായില്ല. തുടർന്നാണ് താമരശ്ശേരി കോടതി അറസ്റ്റ് വാറന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസിൽ രണ്ടാം പ്രതിയാണ് CPM നേതാവ്. 2013 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഭൂമി നഷ്ടപ്പെട്ടവർ പരാതി നൽകുകയും 2015 ക്രൈംബ്രാഞ്ച് പരാതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് എഴുതിത്തള്ളാൻ ക്രൈംബ്രാഞ്ച് തീരുമാനം എടുത്തതോടെ ഉന്നത ബന്ധം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ചാണ് ഭൂമി നഷ്ടപ്പെട്ടവർ കോടതിയെ സമീപിച്ചത്. 5 തവണ ആവശ്യപ്പെട്ടിട്ടും എളമരം കരീം ഹാജരായില്ല. തുടർന്നാണ് അറസ്റ്റ് വാറന്റ് കോടതി പുറപ്പെടുവിച്ചത്. പണ്ട് മുതലേ ഉയർന്ന ചോദ്യമായിരുന്നു നൌഷാദ് ആരുടെ ബിനാമിയായിരുന്നു എന്നത്. കോഴിക്കോട് CPMലും എളമരം കരീമിന്റെ പേരിൽ നൌഷാദ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമുണ്ടായിരുന്നു. പണം നഷ്ടമായവർ സംഘടിച്ച് പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. കടലാസ് പദ്ധതികൾ തട്ടിക്കൂട്ടി റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ശ്രമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ മന്ത്രി എളമരം കരീമിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കോഴിക്കോട് കിനാരൂരിലെ ഒരു മലേഷ്യൻ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ സാറ്റലൈറ്റ് സിറ്റി വരികയാണെന്നും അതിനായി 4 വരി പാത വേണമെന്നുമായിരുന്നു കരീമിന്റെ വാദം. പക്ഷെ ആകെ ഇവിടെ വരുന്നത് VKCയുടെ ഒരു ചെരുപ്പ് കമ്പനിയാണെന്ന് പിന്നീട് അറിഞ്ഞത്. അങ്ങനെ സാറ്റലൈറ്റ് സിറ്റി ചെരുപ്പ് എന്ന പേരിൽ പരിഹസിക്കപ്പെട്ടു. പക്ഷെ ആദ്യമേ 4 വരി പാത വേണമെന്നതിൽ നിന്നും കരീം പിന്മാറിയില്ല. 2010 മെയ് 6-ാം തീയതി 4 വരി പാതയ്ക്കായി ജനവികാരം മാനിക്കാതെ കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഉദ്യോഗസ്ഥരെത്തി. തുടർന്ന് പ്രദേശവാസികൾ ഒന്നടക്കം ഇതിനെതിരെ എത്തുകയും ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്തു. അതിനെ തുടർന്ന് സമരക്കാരെ അതിക്രൂരമായി പോലീസ് നേരിട്ടു. സ്ത്രീകളും പിഞ്ചു കുട്ടികളും വൃദ്ധന്മാരും അടങ്ങുന്ന തദ്ദേശവാസികൾക്ക് നേരെ ഗ്രനേഡ് എറിയുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ശക്തമായ ലാത്തി ചാർജും അരങ്ങേറി. ഇതോടെ കേരളം ഒന്നടക്കം കിനാരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രദേശത്തെ വീടുകളും അവിടങ്ങളിൽ നിർത്തിയിട്ട വാഹനങ്ങളും പോലീസ് തല്ലി തകർത്തു. സംഭവം അറിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സർവേ നടപടി നിർത്തിവെക്കാനും പോലീസിനെ പ്രദേശത്ത് നിന്ന് പിൻവലിക്കാനുമുള്ള അടിയന്തര ഉത്തരവിറക്കി. അതിനിടെ മലേഷ്യൻ കമ്പനി സാറ്റലൈറ്റ് സിറ്റി പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെയും പരിസരങ്ങളിലും നൌഷാദ് വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ബന്ധുവായ TP നൌഷാദ് കരീമിന്റെ ബിനാമിയാണെന്ന ആക്ഷേപം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു. കരീം മന്ത്രിയായിരിക്കെ 100 കണക്കിന് ഏക്കർ ഭൂമിയാണ് നൌഷാദ് കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ പലയിടങ്ങളിലായി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. 40ഓളം സ്ഥലങ്ങളിൽ ഇയാൾക്ക് ഭൂമിയുണ്ട് എന്ന ഒരു TV ചാനൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതാണ്. മാത്രമല്ല ഭൂവുടമകൾക്ക് പറഞ്ഞ പണം നൽകാതെ പറ്റിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. ഇത്തരം 4 കേസുകളാണ് നൌഷാദിന്റെ പേരിലുള്ളത്. ക്വാറി ക്രഷർ യൂണിറ്റുകൾ സ്ഥാപിക്കാനെന്ന വ്യാജേന TP നൌഷാദ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 55 ഏക്കറോളം ഭൂമി തട്ടിയെടുത്തുവെന്ന കേസ് വലിയ വാർത്തയായി. പ്രാദേശിക CPM പ്രവർത്തകർ വരെ തട്ടിപ്പിന് ഇരയായിട്ടും കരീമിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. നൌഷാദിന്റെ തട്ടിപ്പിൽ പരാതി പറയാൻ എത്തിയവരോട് ഭീഷണി എന്നോട് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കയറുകയാണ് കരീം അന്ന് ചെയ്തത്. ചക്കിട്ടപ്പാറ ഖനനവുമായി ബന്ധപ്പെട്ട അഴിമതി പണം കൊണ്ടാണ് കോടികൾ വിലമതിക്കുന്ന ഭൂമി നൌഷാദ് വാങ്ങിക്കൂട്ടിയതെന്നാണ് ആരോപണം. ഇതിന്റെ തെളിവുകൾ നേരത്തെ വിജിലൻസിൽ നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ചക്കിട്ടപ്പാറയിലെ വിവാദമായ ഖനനാനുമതി നൽകിയ പ്രദേശത്ത് എളമരം കരീം ബിനാമി ഉപയോഗിച്ച് ഭൂമി വാങ്ങിയതായും നൌഷാദിന്റെ ഡ്രൈവർ സുബൈറാണ് വിജിലൻസിന് മൊഴി നൽകിയത്. ചക്കിട്ടപ്പാറ ഖനനാനുമതിക്കായി നൌഷാദ് കോഴ വാങ്ങിയതായി സുബൈർ നേരത്തെ ആരോപിച്ചിരുന്നു. താനാണ് 5 കോടി രൂപ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിന്നും വീട്ടിലെത്തിച്ചതെന്നും സുബൈർ പറഞ്ഞിരുന്നു. കോഴയായി ലഭിച്ച പണം ഭൂമി വാങ്ങാനായി ഉപയോഗിച്ചു. ഇക്കാര്യം ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാണെന്ന് സുബൈർ മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ ഒരു തുമ്പില്ലാതായി. നൌഷാദിന്റെ ഭൂമി തട്ടിപ്പിന് ഇരയായവർക്ക് ഇന്നും പണം കിട്ടിയിട്ടുമില്ല. അങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോയ കേസാണ് ഒടുവിൽ താമരശ്ശേരി കോടതി തന്നെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മധുരയിൽ CPMന്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഒരു പാർട്ടി കോൺഗ്രസ് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കരീമിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build
ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.